അലങ്കാര പുഷ്പഫല പ്രദർശനവും വിപണന മേളയും ഓഗസ്റ്റ് 15 മുതൽ 22 വരെ കുറവിലങ്ങാട്ട് നടക്കും. കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും ഫാർമേഴ്സ് അസോസിയേഷനും ഹരിത കേന്ദ്രവും സൗത്ത് സോൺ അഗ്രികൾച്ചർ ഫാമും സംയുക്തമായി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്. കോഴയിലെ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഓഗസ്റ്റ് 15 രാവിലെ 10:30 ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. ഹരിതോത്സവം 2026 എന്ന പേരിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ നാളെ മുതൽ, സ്വാതന്ത്ര്യദിനമായ നാളെ മുതൽ 22-ാം തീയതി വരെ ഒരു കാർഷിക മേള നടത്തുകയാണ്. കാർഷിക മേള എന്നതിനേക്കാളും ഉപരി അതൊരു ഞാറ്റുവേല എന്നൊരു തരത്തിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 300ഓളം തരത്തിലുള്ള ഫലവൃക്ഷത്തൈകൾ, പൂച്ചെടികൾ, വിവിധ തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, പിന്നെ പച്ചക്കറി വിത്തുകൾ, നല്ല ഇനം വിത്തുകൾ, അതുപോലെ തന്നെ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ പ്രദർശനവും വിപണനവും എല്ലാം ഇതിനോടനുബന്ധിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാനും ആവശ്യമുള്ളവർക്ക് വാങ്ങാനും ഉള്ള രീതിയിലാണ്. ക്വാളിറ്റിയാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ ഡിസ്കൗണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു സ്പെഷ്യൽ ഒരു ഓഫർ നമ്മൾ ഇപ്പം വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം വിലയേക്കാളും ചെറിയൊരു എമൗണ്ട് കുറച്ച് വാങ്ങുന്നതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ചെയ്യുന്നത്, ഇതിപ്പോൾ ഇവിടെ തന്നെ 3ാമത്തെ തവണയാണ് ഞങ്ങൾ വരുന്നത്. 2022 മുതൽ ഞങ്ങൾ ഈ ഭാഗത്ത് 4ാം തവണയാണ്. 22 മുതൽ ഞങ്ങളിവിടെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാഞ്ഞൂർ മോഹൻകുമാർ അധ്യക്ഷനായിരിക്കും. ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PV മാത്യു, ഫലവൃക്ഷ പ്രചാരക സമിതി സെക്രട്ടറി PV സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ്. 300-ൽ പരം ഫലവൃക്ഷ തൈകൾ, അലങ്കാര പൂച്ചെടികൾ, അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡും നാടനുമായ പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ, ജൈവ കീടനാശിനികൾ, ജൈവ വളങ്ങൾ, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഹരിതോത്സവത്തിൽ വിപണനം ചെയ്യും. ഓഗസ്റ്റ് 22-ാം തീയതി അടുക്കളത്തോട്ടം, തേനീച്ച വളർത്തൽ, കോഴി വളർത്തൽ, ടെറസ് ഫാമിംഗ്, ഊർജ്ജ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകും.